തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലിനൊരുങ്ങുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ തള്ളാനോ കൊള്ളാനോ സാധിക്കാത്ത രാഷ്ട്രീയ സങ്കീർണാവസ്ഥയിലാണ് ഇപ്പോൾ CPM. വെള്ളാപ്പള്ളി ഇടതുമുന്നണിക്ക് പൊല്ലാപ്പാവുമ്പോൾ പ്രത്യേകിച്ചും LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI വെള്ളാപ്പള്ളിയുമായി പരസ്യമായി ഏറ്റുമുട്ടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചതോടെ അനുനയം മാത്രമല്ല പരിരക്ഷ ഒരുക്കാനും CPM നിർബന്ധിതമായി. വെള്ളാപ്പള്ളിയെ താൻ കാറിൽ കയറ്റില്ലെന്ന പ്രസ്താവനയിലൂടെ വിദ്വേഷ രാഷ്ട്രീയക്കാരെ അകറ്റി നിർത്തണമെന്ന കടുത്ത രാഷ്ട്രീയ നിലപാടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടിവരയിട്ടത്. എന്നാൽ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന മറുപടിയിലൂടെ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ഒരുക്കമല്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയ സഹയാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ നോക്കേണ്ടെന്ന CPIക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. പിന്നാലെ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് CPM നേതൃത്വവും എത്തി. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിക്കെതിരെ ഭാഗികമായി സ്വരം ഘടിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് 24 മണിക്കൂറിനകം നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു. മാത്രമല്ല വെള്ളാപ്പള്ളിയെ ഞങ്ങൾ വർഗീയവാദിയെ ചിത്രീകരിക്കുന്നില്ലെന്നും അദ്ദേഹം മഹാഭൂരിപക്ഷം സമയവും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ആളാണെന്നും ക്ലീൻ ചിറ്റ് നൽകി പുകഴ്ത്തേണ്ട സ്ഥിതിയിലേക്കും കാര്യങ്ങൾ മാറി. CPIയെ ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചിട്ട് പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഗതികേട്. വെള്ളാപ്പള്ളി വിഷയം ഇടതുമുന്നണിയിൽ കടുത്ത ഭിന്നതയ്ക്ക് തിരികൊളുത്തുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ച വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചതും പുകഴ്ത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകലാൻ ഇടയാക്കിയെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷങ്ങൾ മുന്നണിയെ കൈയൊഴിഞ്ഞത് തോൽവിക്കുള്ള പ്രധാന കാരണങ്ങളൊന്നായി CPM നേതൃയോഗങ്ങളിലും വിലയിരുത്തലുണ്ടായിരുന്നു. CPMൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തെ സ്വാഭാവിക ബന്ധുക്കളെ കണ്ടുപോകുന്ന ന്യൂനപക്ഷങ്ങൾ വിട്ടകന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും പാഠം ഉൾക്കൊണ്ട് തിരുത്തൽ വേണമെന്ന് CPI ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് വിഷയം ഇടതുമുന്നണിക്ക് ഒന്നാകെ കീറാമുട്ടിയാകുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന മഹത്തായ മാനവിക ചിന്തയിലൂടെ പിറവിയെടുത്ത SNDPയുടെ മഹത് ചരിത്രത്തെല്ലാം നിഷ്പ്രഭമാക്കും വിധത്തിലാണ് ഏതാനും കാലമായി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ അത്രയും. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തുരങ്കം വെക്കുന്നതും വലിയ അളവിൽ വിഷലിപ്തമാക്കുന്നതുമായ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഓരോന്നും സംഘപരിവാറിനെ പോലും തോപ്പിക്കും വിധത്തിൽ വെറുപ്പിന്റേതായി മാറിയിട്ടുണ്ടെന്ന തിരിച്ചറിവ് CPMന് ഇല്ലാഞ്ഞിട്ടല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ട് ലക്ഷ്യമിട്ട് CPM തുടങ്ങിവെച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഈ സങ്കീർണാവസ്ഥ സൃഷ്ടിച്ചതെന്നാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. PM ശ്രീയിൽ CPI ഉയർത്തിയ വിയോജിപ്പ് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചെന്ന് വിലയിരുത്തുന്ന CPMന് വെള്ളാപ്പള്ളിയിലെ നിലപാട് അഭിമാന പ്രശ്നം കൂടിയായി മാറി എന്നതാണ് സാഹചര്യം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ വലിയ സമരങ്ങൾക്കെതിരായ പ്രതിരോധം എന്ന നിലയിൽ ഇടതുമുന്നണി സർക്കാർ രൂപം നൽകിയ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് വെള്ളാപ്പള്ളി. കേരളീയ നവോത്ഥാനത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വമുള്ള വെള്ളാപ്പള്ളി പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ പോലും പറയാത്ത വാദങ്ങളാണ്. പ്രക്ഷോഭകരെയും പ്രതിയോഗികളെയും വേഷവും ഭാഷയും നോക്കി വിദ്വേഷത്തിന്റെ വാക്കുകൾ പ്രയോഗിക്കുന്ന സംഘപരിവാറിന്റെ അതേ തന്ത്രമാണ് വെള്ളാപ്പള്ളിയും പ്രയോഗിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെല്ലാം അടുത്ത കാലം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഏതാനും തീവ്ര ചിന്താധികാരും മാത്രമായിരുന്നു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ഈ തീവ്രഗതിക്കാരുടെ നാവായി മാറുമ്പോൾ അത് നവോത്ഥാനത്തിൽ നിന്നുള്ള പിന്നർത്ഥമാണെന്ന് CPM തിരിച്ചറിയണം. അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള LDFന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ റിഹേഴ്സലാണോ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. അത്രമേൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ SNDPയുടെ അമരക്കാരൻ വിഷലിപ്തമാക്കിയിട്ടുണ്ട്. സർക്കാരും ആഭ്യന്തര വകുപ്പും ഇതിന് അറുതി വരുത്തിയേ മതിയാകൂ. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്കപ്പുറം നവോത്ഥാന കേരളത്തിന്റെ കെട്ടുറപ്പും സഹവർത്തിത്വവുമാണ് പ്രധാനമെന്ന് അധികാരികൾ തിരിച്ചറിയേണ്ട കാലമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, വർഗീയ ഭ്രാന്തിന്റെ അഴുക്ക് ചാലിൽ വീണ് കിടക്കുകയാണ് താങ്കളുടെ കേരള തൊഗാഡിയ. എടുത്ത് തോളിൽ വെക്കുന്ന കൊള്ളാം, പേറുന്നവനും നാറുമെന്നോർക്കുന്നത് നന്നാകും.